ഹായ്, ശരത്താണ്. നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ റിട്ടേൺസ് എടുക്കണമെന്ന്, അതായത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വലിയ വലിയ റിട്ടേൺസ് ചെറിയ ചെറിയ സമയങ്ങൾക്കുള്ളിൽ എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് വലിയ റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ കൂടുതൽ റിട്ടേൺസ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാനും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അത് പക്ഷേ നമ്മളിപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പ്രശ്നമില്ല എന്നുള്ളൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് പല ആളുകൾക്കും ഈ ഒരു സ്റ്റോക്കിനെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിത് പറയുന്നത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെയല്ല. ഞാൻ ഇൻവെസ്റ്റ് ആണ് ചെയ്യുന്നത് ആക്റ്റീവായിട്ട്, ബിസിനസ്സിനെ ട്രാക്ക് ചെയ്തിട്ട്. പക്ഷേ അവിടെ നമ്മൾ ബിസിനസ് താഴേക്ക്, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിൽ എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്നതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. അതായത് നോർമലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളും ചിലപ്പോൾ താഴേക്ക്, അതിന്റെ പ്രൈസ് താഴേക്കൊക്കെ പോയിരിക്കും. അത് ചിലപ്പോൾ നല്ല രീതിയിൽ കുറെ നാൾ ചിലപ്പോൾ താഴേക്ക് കിടന്നിരിക്കും. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ്, ബിസിനസിന്റെ പെർഫോമൻസിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിനെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പലർക്കും പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചൊരു സ്റ്റോക്ക് ആണെങ്കിൽ അത് അവിടുന്ന് മുകളിലേക്ക് പോയ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. അവിടുന്ന് ഒരു 100 80 70 60 താഴേക്ക് പോകുന്ന സമയത്ത് ഇത് ഇവിടുന്ന് സെല് ചെയ്യാന്ന് പറയുന്നത് പലർക്കും അത് പറ്റാത്തൊരു കാര്യം. സെല് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്നതിന്റെ പേരിൽ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യണമെന്നല്ല പറയുന്നത്. ആ ബിസിനസ്സിൽ വ്യത്യാസം വന്ന് അതിന്റെ പേരിൽ സ്റ്റോക്ക് പ്രൈസ് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സെല് ചെയ്യാനായിട്ട് വരണം. അപ്പൊ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു രീതിയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ പലർക്കും അത് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്രയും ലോസ് ആവുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു 60 രൂപയിൽ എത്തിയെന്ന് വിചാരിക്കും. നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചൊരു സ്റ്റോക്ക്, അത് 60 രൂപയിൽ നിന്ന് തിരിച്ച് 100 രൂപയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം 70% ആ സ്റ്റോക്കിൽ ഗ്രോത്ത് വരേണ്ടതായിട്ടുണ്ട്. സോ അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുമ്പോഴുള്ള ഫ്യൂച്ചർ ഇനിയും ബെറ്റർ ആയിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല. നമ്മൾ ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പേര് കേട്ടിട്ടോ, അല്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്, അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് ഒരുപാട് റിട്ടേൺസ് കാര്യങ്ങൾ മേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണെന്നൊക്കെയുള്ള പേരിൽ നമ്മൾ ഇതിനകത്ത് കയറി ഇൻവെസ്റ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ആ ഒരു രീതിയിലല്ല നമ്മൾ നോക്കണം. നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ ഈ ഡയറക്ഷൻ, നമ്മളല്ലേ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും ഇതിന്റെ മാർജിൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഇതിന്റെ എല്ലാ ഡയറക്ഷൻ നല്ല ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നുള്ളതല്ല നമ്മുടെ കൺസേൺ. പക്ഷെ ഈ ഒരു സമയത്തും ഇവരുടെ ബിസിനസ് എങ്ങോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ എന്നുള്ള കാര്യമാണ്. ആ ഒരു സമയത്ത് ഇതിന്റെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കുമ്പോഴത്തേന് ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ അവർ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്രയും പേസിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഒരു ബിസിനസ് ആ ഒരു ഡയറക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് പണ്ട് തന്ന ആ റിട്ടേൺ മേക്ക് ചെയ്യാനായിട്ടേ പോകുന്നില്ല. നമ്മളിത് ഓൾ ടൈം ഹൈലോ, അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതേ റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ എക്സിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ 3-4 വർഷമൊക്കെ വെറുതെ നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ സെയിം ടൈമിൽ നമ്മൾ ഈ സെയിം എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുകയെന്നുണ്ടെങ്കിൽ 60,000 രൂപ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അന്നേരം ക്യാപിറ്റൽ ആയിട്ടുള്ളത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. അതിനെ നമ്മൾ എടുത്തിട്ട് സെയിം ടൈമിൽ ഹൈ ഗ്രോത്ത് ഉള്ള നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ നോക്കുമ്പോഴത്തേന് പല സ്റ്റോക്കുകളുടെ പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഇത് ട്രാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ സെക്ടറിലും, നിങ്ങൾക്ക് ഏത് സെക്ടറാണോ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ബിസിനസ്സുകളാണോ മനസ്സിലാവുന്നത്, ആ സെക്ടറുകളിലൊക്കെ പല ബിസിനസ്സുകളുണ്ട് ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞാൽ റിന്യൂവൽ എനർജിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റോക്കുകളിലൊന്നും ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ബേസിക് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ആ ഒരു സെക്ടറിലെ സ്റ്റോക്കുകൾ മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന സ്റ്റോക്കുകളാണ് ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു രീതി നോക്കിയാൽ പോലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ഈ ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന, അടുത്തൊരു 3-4 വർഷത്തേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള, മാർജിൻസ് ഇംപ്രൂവ് ആകുന്ന, നല്ല രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പൊട്ടൻഷ്യൽ, അവരുടെ സെക്ടറിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഹൈ ഗ്രോത്ത് വരുന്ന ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മളത് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള മാർക്കറ്റിന്റെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. മാർക്കറ്റിൽ ആ സ്റ്റോക്കിൽ ഗ്രോത്ത് 70% ഗ്രോത്ത് അതിന് വരണമെന്നുണ്ടെങ്കിൽ 70% ഗ്രോത്ത് വന്നാൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് 1 രൂപ നമുക്ക് റിട്ടേൺ കിട്ടില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അതേ എമൗണ്ടിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് തിരിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു 5 വർഷം 4 വർഷം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്ത് 0 റിട്ടേൺ എടുക്കാനാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലെ പോർട്ട്ഫോളിയോയുടെ CAGR, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺസിനെ അത് ഭയങ്കര നല്ല രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഈഗോ ആയിട്ട് ഇതിനെ എടുക്കരുത്. മാർക്കറ്റുമായിട്ട് ഈഗോയിൽ പോയിട്ട് ഞാനിത് എന്തായാലും ഞാൻ കോസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ലോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, 5 വർഷം കിടന്നാലും 10 വർഷം കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ CAGR മേക്ക് ചെയ്യാൻ നമുക്ക് പറ്റത്തേയില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കും ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. കാരണം ഇങ്ങനത്തെ സ്റ്റോക്കുകൾ കട്ട് ചെയ്യണോ അതോ ഇത് തിരിച്ച് കോസ്റ്റിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാം. പക്ഷെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്ത് അത് അങ്ങനത്തെ സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ സമയം എടുക്കും. പക്ഷെ അത് നമ്മൾ ഫൈൻഡ് ചെയ്ത് അതിനകത്തേക്ക് ഇതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിന്റെ കണ്ടീഷൻ അറിയാം, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് സൈഡ് വേസ് ആണ്. ഇനിയിപ്പോൾ മാക്സിമം പോയി 2 വർഷം, അതിൽ കൂടുതലൊക്കെ ഇനിയും സൈഡ് വേസ് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 4 വർഷം സൈഡ് വേസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളിൽ ഹൈ ഗ്രോത്ത് ഉള്ള പല സ്റ്റോക്കുകളും ഉണ്ട്. 100%, 50% ഒക്കെ വെച്ചിട്ട് പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുന്ന സ്റ്റോക്കുകൾ ഒരുപാടെണ്ണം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ കമ്പനികളിലൊക്കെ PE റേഷ്യോ ഒക്കെ നോക്കിയാൽ സ്റ്റോക്ക് പ്രൈസ് ഹൈയിൽ നിൽക്കുന്ന സമയത്ത് പോലും, അതായത് ഇത്രയും മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഇവരൊക്കെ PE റേഷ്യോ പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് താഴേക്കാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ എന്തായാലും റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇനിയിപ്പോൾ ഒരു 1-2 വർഷം, അതിപ്പോൾ നമ്മളൊരു പ്രോബിലിറ്റി ബേസിലാണ് പറയുന്നത്, അതല്ലാതെ നമുക്കിത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രോബിലിറ്റി നോക്കുമ്പോൾ എന്തായാലും ഇത്ര ഹൈ പേസിൽ ഇങ്ങനെ ഏണിങ്സ് വരുന്നോണ്ടിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും ഒരുപാട് കാലമൊന്നും ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു 1-2 വർഷത്തിൽ നമുക്ക് നല്ലൊരു ബുൾ റാലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ മേക്ക് ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇതിൽ വലിയ രീതിയിൽ ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഏണിങ്സ് ഗ്രോത്ത് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഗ്രോത്തിന്റെ പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണെങ്കിൽ, ഓൾറെഡി അതിന്റെ ഒരു 2-3 വർഷം മുമ്പ് നല്ല പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണെങ്കിൽ പലരും ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്റ്റോക്കിന്റെ PE റേഷ്യോ ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മളിവിടെ ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ, ഇപ്പൊ നമ്മൾ ക്യൂപിഡിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷാഡോ ഫാക്സിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, CP പ്ലസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ ഈ സ്റ്റോക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെ ടൈമെക്സ്, അല്ലെങ്കിൽ സ്കൈ ഗോൾഡ് പിന്നെയും വാല്യൂഷൻസ് കുറച്ച് കുറവായിട്ടാണ് നടക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെയൊക്കെ പലതിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 100-നൊക്കെ മുകളിലാണ്, പലതിന്റെ കറന്റ് PE എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ഫ്യൂച്ചർ അത്രയും ബ്രൈറ്റ് ആയിട്ട് ആളുകളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ അത്രയും PE കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവർക്കെല്ലാം എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ ഒരു കമ്പനി മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഏണിങ്സ് ഗ്രോത്ത് ഉണ്ട്, അതിന് മുകളിൽ പെർഫോം ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് ഹൈ PE ആയിരിക്കും. പക്ഷേ ഈ കമ്പനികളിലൊക്കെ പെർഫോമൻസ് ആ രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഹൈ PE-ലുള്ള സ്റ്റോക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി അവിടുന്ന് ഇതിന് വലിയ മൂവ്മെന്റ് കാര്യങ്ങളൊന്നും വരില്ല. സ്റ്റോക്ക് പ്രൈസ് ചിലപ്പോൾ താഴേക്കായിരിക്കും പോകുന്നത്. താഴേക്ക് പോകുമ്പോഴും ഇവരുടെ പ്രോഫിറ്റിൽ ആ ഗ്രോത്ത് വരാത്തതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും കിടക്കുക. ഇതേ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സൈഡ് വേസ് ആയിട്ടോ അല്ലെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനികളിലെല്ലാം സംഭവിക്കുക. കാരണം ഇവരുടെയൊക്കെ ഗ്രോത്ത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഗ്രോത്ത് ആൻസിപ്പേറ്റ് ചെയ്തായിരിക്കും പലരും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പണ്ട് വലിയ PE-ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രൈസ് താഴേക്ക് വന്നാൽ പോലും ഇവരുടെ PE റേഷ്യോ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ബന്ധൻ ബാങ്കിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ എത്ര വർഷമായിട്ട് സ്റ്റോക്ക് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും സ്റ്റോക്കിന്റെ പ്രൈസ് ടു ബുക്ക് നോക്കിയാൽ 1.2-ന് മുകളിലുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരാഴ്ച 2 ആഴ്ച മുമ്പത്തെ കാര്യം പറയുന്നത്. ആ ഒരു സമയത്ത് 1.2-ന് മുകളിലായിരുന്നു അവരുടെ പ്രൈസ് ടു ബുക്ക് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ബാറ്റ നോക്കിയാൽ അവരുടെ സ്റ്റോക്കിന്റെ ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ പ്രൈസ് ഇത്രയും താഴേക്ക് വന്നിട്ട് പോലും അവരുടെ PE റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരുപാട് മുകളിലാണ് അവരുടെ PE റേഷ്യോ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. 50-നൊക്കെ മുകളിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 50-60-നൊക്കെ ആ ഒരു ഏരിയയിലായിട്ടാണ് അവരുടെ PE റേഷ്യോ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ അത്രയും പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷം പോലും സ്റ്റോക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ ഹൈ PE കൊടുത്ത് മേടിച്ചിട്ടുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കുറയുന്ന സമയത്ത് സ്റ്റോക്ക് താഴേക്ക് വന്നാലും അതിന്റെ PE റേഷ്യോ ഒരുപാട് താഴേക്ക് വരില്ല. അത് വരാണ്ട് ഒരുപാട് സമയം എടുക്കും. നമ്മളത് മനസ്സിലാക്കാതെ അത് 20%, 30%, 40% ഡൗൺ ആയിട്ട് കിടക്കാന്ന് പറഞ്ഞ് പോയി മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പെർഫോമൻസ് മോശമായിട്ടാണെന്ന് ആൾക്കാർക്ക് മാർക്കറ്റിന് അവയർനെസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള ആളുകൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റോക്കിൽ സ്റ്റക്കായി കിടക്കാനാണ് സാധ്യത. സോ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും, ഞാൻ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾ റിവ്യൂ ഉണ്ടായിട്ടുണ്ട്. ഏത് സമയത്തും നമുക്ക് ചോദിച്ചാൽ അറിയണം ആ ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾ ട്രാക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ ഡയറക്ഷൻ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്കിന് പകരം അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നല്ല ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുക, ആ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ സ്റ്റോക്കുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആ റിട്ടേൺസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാപിറ്റലിനെ അത് ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ബുൾ മാർക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ നല്ല പെർഫോമൻസ് വരുന്ന സ്റ്റോക്കുകളായിരിക്കും മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറഞ്ഞ സമയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ നമുക്ക് കൂടുതൽ CAGR ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് നമുക്ക് റിട്ടേൺസ് മേക്ക് ചെയ്യണം. ആ റിട്ടേൺസ് വലിയ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ നമുക്ക് മോശമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ, അത് ഞാൻ പറയുന്നത് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ള റീസൺ വെച്ചിട്ടേ അല്ല പറയുന്നത്. സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യാതിരിക്കോ, ആ ബിസിനസിന്റെ പെർഫോമൻസ് മോശമാവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, നല്ല ഹൈ പേസുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ മൂവ് ചെയ്തില്ല എന്ന് വരാം. അത് മാർക്കറ്റിന്റെ കണ്ടീഷൻ കൊണ്ട്, അതിൽ എന്തെല്ലാം കണ്ടീഷൻ കൊണ്ട് വേണമെങ്കിലും അങ്ങനെ സംഭവിക്കാം. പക്ഷെ അതിനൊന്നും നമ്മൾ എന്താ പറയുക, ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ കൊണ്ടാണ് ഇതിപ്പോൾ മൂവ് ചെയ്യാത്തത്, അത് പല റീസൺസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് നല്ലതാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാനിവിടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 8-9 മാസത്തോളമായി. സോ ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്ന സ്റ്റോക്കുകൾ ഭൂരിഭാഗം ഏറ്റവും നല്ല സ്റ്റോക്കുകളാണ്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനകത്ത് പല സ്റ്റോക്കുകളും ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് എത്ര മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പല സ്റ്റോക്കുകൾ നോക്കിയാലും ഇതിന്റെ ഒന്ന് പ്രൈസ് ഒരുപാട് താഴേക്ക് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ അതൊന്നും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ഈ സ്റ്റോക്ക് പ്രൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോനെ മാനേജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺസിൽ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.